അപ്പോൾ നമ്മളിത് നടന്നു സ്വേതജിയുടെ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 12. ഓക്കെ ഫൈൻ. സോ അപ്പോൾ ഞങ്ങൾ ദൈവം മൻസിൽ ലോഞ്ചിലോട്ട് പോകണം ഗേസ്. ഗേസ് നമ്മൾ മൻസിൽ ലോഞ്ചിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗ് എടുത്ത് വെക്കാൻ പോവാം. നമ്മളിത് ശ്വേതാജിയുടെ ഒക്കെ PG വന്നിരിക്കുക. ഇതാണ് ശ്വേതാജിയുടെ PG അല്ലേ? ഓ ഓക്കെ. അല്ല, ഞാൻ ഇതൊരു വലിയ 2 നില 3 നിലയൊക്കെ ഉള്ള സാധനമാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഒരു നിലയേ ഉള്ളൂ. ടൊമിനോ, ശ്വേതാജിയുടെ PGയെ കുറിച്ചുള്ള അഭിപ്രായം? അതിന് ഗൈസ്, ഈ PG നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ്ട് ആ നിൽക്കുന്ന ബ്രിജിറ്റ് ഡയറീസിൻ്റെ വ്ളോഗിനകത്ത് ഈ PGയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ഈ PG കാണിക്കുന്നുണ്ട്. സോ അതാണ് ഈ PGയുടെ ഇത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇത് ഞങ്ങൾ താമസിക്കുന്ന മറ്റേ മൻസിൽ ലോഞ്ചിൽ നിന്ന് തൊട്ടടുത്തേ അവരുടെ PG, വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഊബർ എടുത്തിട്ട്, ഞങ്ങളിപ്പം മൊത്തം 8 പേരായിരുന്നല്ലോ, പിന്നെ 6 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ഊബർ എക്സൽ എടുത്തിട്ട് ഇവിടുന്ന് സംസമിൽ പോയി നല്ല ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. പിന്നെ അവിടുന്ന് ലുലുവിലായിരിക്കും പോകുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ്. എനിക്കും വിശക്കുന്നു. നല്ല മന്തി കിട്ടത്തില്ല മുത്തേ? അല്ലേ? ഇവളെപ്പോഴും പറയും നല്ല മന്തി. കണ്ടോ, കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത് കഴിച്ച് നോക്കാം ഗൈസ്. ഷാജി മറിഞ്ചൊക്കെ വരുന്നുണ്ട് ഗൈസ്. സോ നമ്മൾ പിന്നെ സ്ട്രെയിറ്റ് ഉബർ പിടിച്ചിട്ട് സംസമിലേക്ക്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇത് സംസം റെസ്റ്റോറൻറ്റ് വന്നിരിക്കുക. ഞാൻ ഇതുവരായിട്ടും വന്നിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംസം റെസ്റ്റോറൻറ്റ്. ടോമൻ ഉൾപ്പെടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടിപൊളി, ഇവിടുത്തെ ഷവായ ഭയങ്കര അടിപൊളിയാണ്. സോ അതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കാം. ഞങ്ങൾ ചാർബാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ശ്വേതാജിയുടെ PG പോയിട്ട് ഇപ്പോൾ ഇത് സംസമി വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം. നല്ല മന്തിയാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. സോ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. കണ്ടോ മന്തി കണ്ടോ? സോ അതാണ് മന്തി കഴിക്കും ഉള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുന്നത് സംസമിലേക്കാണ്. കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്കറിയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ കാണിക്കാം. നല്ല ഫുഡായിരിക്കും എൻ്റെ പ്രതീക്ഷ. സോ ലെറ്റ്സ് സീ. ലുലുമാളിൽ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ലുലുമാളിൽ വരുന്നത്. നമ്മളെ ലുലുമാളിൽ നയിക്കുന്നത് റിയാബ് ജോസഫും മാറേട്ടനുമാണ്. മറ്റേടം കടമ്പക്കുടിയിൽ കയാക്കാൻ പോകും. ഓക്കെ, അടുത്ത ട്രിപ്പിനെ പ്ലാൻ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ലുലുമാളി വന്നു. ഇപ്പോൾ നമ്മൾ ബോളിംഗ് ചെയ്യാൻ വേണ്ടി പോകാം. ആദ്യമായിട്ട് ട്രിവാൻഡ്രം ലുലുമാളി വരുന്നത്. ആദ്യമായിട്ട് ലുലുമാൾ ട്രിവാൻഡ്രത്തിൽ വലിയ
സോ ഇതിലെ വഴി വന്നപ്പോൾ നമുക്കൊന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ബോൾ ചെയ്യാൻ വേണ്ടി പോകും, ബോളിംഗ് കളിക്കാൻ വേണ്ടി പോകാം. അത് കളിച്ചിട്ട് പിന്നെ എവിടേക്കോ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലുലുമള കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടൊരു വലിയ ലുലുമള വരുമ്പോൾ ഞെക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ അതാണ് സംഭവം. പിന്നെ എന്നാ വേറൊന്നുമില്ല. അപ്പം ഞങ്ങൾ ബോൾ ചെയ്യുന്നതിൻ്റെ വിശ്വാസമൊക്കെ കാണിക്കാവേ. ഞങ്ങൾ ഗൈസ് ഇവിടെ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ബൗളിംഗ് ചെയ്യാൻ വേണ്ടി. എക്സൈറ്റഡ് ആണോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ബോള് തലേ വീഴുമോ? ടോം തോമസിന് ഈ കളി ജയിക്കത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറയും. ഏത് മൂഡ് ഗൈസ്? ചിലപ്പോൾ ടോം തോമസ് ജയിക്കണം, ഞാൻ ചുമ്മാ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ഷൂ ഒക്കെ ആയിട്ട് റെഡിയാവുക. എന്നിട്ട് ഞങ്ങളുടെ 1-ലാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞത്. സോ 1 അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, ഷൂട്ടിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ ക്ലിപ്സ് ഒക്കെ കാണിക്കാവേ. എനിയോ ആനിയോ അതാരെ മുത്ത്? ആനി അന്നെ. ഓ ഇനി വീട്ടിൽ ഞാൻ അങ്ങനെ വിളിക്കാൻ മുത്ത്, അന്നേന്ന് വിളിക്കാം. ായിരിക്കുമ്പോൾ 39 പോയിന്റുമായി ഞാനാണ് ലീഡ് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? മൂന്നാം സ്ഥാനത്ത് 32 പോയിന്റുമായി നിൽക്കുന്നു. വിടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ പാർവതി പ്രദീപ് രണ്ടാമത്തെ അംഗത്തിനായി ഇറങ്ങുകയാണ്. കമോൺ, അത് ഔട്ട് പോയിരിക്കുകയാണ്. എന്നാലും സാരമില്ല. അതെ, എന്നാലും സാരമില്ല. തൊട്ടു പിന്നാലെ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി പ്രദീപ് ഒട്ടും വിട്ടുകൊടുക്കാൻ നിൽക്കുകയാണ്. ശ്വേതാജിയാണ് ഇതിലെ ഞങ്ങളെ എല്ലാം കൊണ്ടും എന്താ പറയുക, ഇത് ഞെട്ടിപ്പിച്ച താരം. കില്ലാടിയാണ്. 0 to 0. ഗൈസ്, അങ്ങനെ ബോളിംഗ് കോമ്പിനേഷൻ കഴിഞ്ഞപ്പം സെക്കൻഡ് ഏതാ മൂഡ്? സേതാജിയൊക്കെ സെക്കൻഡ്. ബോളിംഗ് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടി നടത്തില്ല. ബോളിംഗ് വാസ് ഫൺ, വെരി വെരി ഫൺ. 300 per head ആണ്, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നല്ല രസമാണ്. നമുക്കൊന്നും എല്ലാവരും നല്ല കളിയായിരുന്നു ഗൈസ്. അങ്ങനെ ആരും മോശമൊന്നുമില്ല. നല്ല രസമായിരുന്നു, ഭയങ്കര ഫണ്ണായിട്ടുള്ള രസമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് അറിയത്തില്ല. ദാഹിക്കുന്നു, വിശപ്പില്ല, ദാഹിക്കുന്നു. സോ എന്തെങ്കിലും പോയി കുടിക്കണം. സോ ഇനിയും അങ്ങോട്ടുള്ള യാത്രയിലാണ്. സോ
നമ്മളങ്ങനെ ഫാമിലി കോസ്റ്റർ കയറാൻ പോവാണ്. ശ്വേതാജി പേടിയുണ്ടോ? ശ്വേതാജി മുത്തിന് ശ്വേതാജിയുടെ ആഗ്രഹം കൊണ്ടാണ് ഇത് കയറിയത്. അല്ല റിയാബ് ഇത് ശ്വേതാജിയുടെ ഒറ്റ ഒരാളുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ കയറിയത്. എക്സ്പീരിയൻസ് നമ്മൾ ഇറങ്ങി കഴിയുമ്പം ആദ്യം നമ്മൾ ചോദിക്കുന്നത് ശ്വേതാജിയോട് തന്നെ ആയിരിക്കും. ഹാപ്പി അല്ലേ? സോ ഞങ്ങളിത് കയറാൻ പോയി. எப்படி இருக்கு? ഗൈസ് ശ്വേതാജി ജീവനോടാണെന്ന് പറയാനോ ഈ പറഞ്ഞു. അതെ ചെറിയതല്ലേ? അതെ എങ്ങനെയാണ് ഗൈസ്? അതെ കാല് നിലത്ത് ഉറക്കുന്നില്ലെന്നൊക്കെ. ഗൈസ് ടോമണ്ണൻ ദൃഢങ്ക പുളകിതനാകുന്നു. ചോണം മൂടെ ഹൈവ ഓ ടോമണ്ണ ഞാൻ കേറാതിരിക്കണം. ഉണ്ടായിരുന്നു മൊത്തം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഒരുത്തൻ ഫുഡ് മസാജിങ് ആയിരുന്നുണ്ട്. ഈ പാകം ചെയ്യുന്നില്ല ബാക്കിയല്ല ഇതിന്റെ ഒക്കെ അവിടെ ഞാൻ വിചാരിച്ചപ്പോ ഉണ്ടോ എനിക്ക് പക്ഷെ കാലോടി അത് തുടങ്ങിയപ്പോ കാലിന്റെ അകത്തൊരു ഉണ്ട സാധനം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കാലടി വെച്ചത് എവിടെ വന്നിരിക്കുകയാണ്? സെന്റ് ആൻഡ്രൂസ് ബീച്ച്. റിയ ബ്രിജിത്ത് നമ്മളെ സെന്റ് ആൻഡ്രൂസ് ബീച്ചിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെന്താ വിശേഷം? നമ്മൾ ലുല്ലിലായിരുന്നല്ലോ. ലുല്ലിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഊബർ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ സെന്റ് ആൻഡ്രൂസ് ബീച്ചിൽ വന്നിരിക്കുക. നേരത്തെ വന്നിട്ടുള്ള റിയ
ഇവിടുത്തെ സന്തത സഹചാരികളൊക്കെ നല്ല ബീച്ചാട്ടോ. അതായത് അത്ര വലിയ തിരക്കൊന്നുമില്ല ബീച്ചാണ്. പിന്നെ അങ്ങനെ മറ്റ് ഓവർ ക്രൗഡഡ് ഒന്നുമല്ല, അല്ലാത്ത ബീച്ചാണ്. സോ നല്ല സ്ഥലമാണ്. ഹായ് ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ വിചാരിക്കും വരില്ല പിന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അതെ ഗൈസ്, ഞങ്ങൾ പിന്നെ സംസ്ഥാനം വന്നിരിക്കുക. ഞങ്ങൾ സെൻറ് ആൻഡ്രോസ് ബീച്ചിലൊക്കെ പോയി. അതിൻ്റെ കോമൺ ഞങ്ങൾ അങ്ങോട്ട് ഇവിടുന്ന് സെൻറ് ആൻഡ്രോസോട്ട് പോയ അതേ ഊബറുകാരൻ ചേട്ടൻ തന്നെയാണ് ഞങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ബീച്ചിലൊക്കെ പോയിരുന്ന ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ചുമ്മാ കുറേ നേരം വെറുതെ ചില്ല് ചെയ്തിരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു കഫേനെ കഴിക്കാനാണ്. പിന്നെ ഒരു സുഖമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതിന് സംസമിലോട്ട് തന്നെ പോകുന്നു. എന്നിട്ട് സംസമിലോ ഹലായ്സിലോ എവിടെയെങ്കിലും പോകാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ സംസമിൽ തന്നെ പോകാൻ കഴിച്ചിട്ട് സംസമയം വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ടോം തോമസിന് ബ്രോസ്റ്റഡ് കഴിക്കണമെന്ന് ആഗ്രഹം. അല്ലേ ടോം തോമസിന് ബ്രോസ്റ്റഡ് കഴിക്കണമെന്ന് ആഗ്രഹം ടോം തോമസൻ പറഞ്ഞില്ല. അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഓരോരുത്തരുടെയും സ്വാർത്ഥമായ താല്പര്യങ്ങളെ എന്റെ തലയിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. ആരുടെ സ്വാർത്ഥമായ താല്പര്യം? അപ്പൊ കേസ് ടോം തോമസൻ അങ്ങനെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മള് സംസമിൽ തന്നെ വന്നു. ഇവിടുന്ന് ഫുഡ് കഴിക്കണം, പിന്നെ നേരെ പോകണം, തിരിച്ച് പി ജി പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. ഇതൊക്കെയാണ് പ്ലാൻസ്. ഇവിടെ പി ജി അല്ലല്ലോ, റൂമിൽ ഞങ്ങൾ റെസ്റ്റ് എന്താണ് കേസ് പഠിത്തം ആരാണ് നോക്കേണ്ട ആവശ്യമില്ല. സോ അതൊക്കെയാണ് കേസ്. ആയി കേസ്. ഉച്ചയ്ക്ക് കഴിച്ച 2000 കൊടുത്തിട്ട് സംതിങ് രൂപയായിരുന്നു. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ ഹൈ ഗൈസ്, ഞങ്ങളിത് തിരിച്ച് വന്നു. സ്വയാജിയുടെ പി ജിന്ന് ലഗേജൊക്കെ എടുത്ത് ചേച്ചിയും റിയാബേച്ചിലൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഊബറിന് തന്നെ കയറി തിരിച്ച് റിയാബേച്ചിൻ്റെ പി ജിയിലോട്ട് പോയി. അപ്പോൾ ഇത് സ്വയാജിയുടെയും പാർവതി പ്രദീപിൻ്റെയും പി ജിന്ന് ഞങ്ങൾ ഇറങ്ങുക. മൻസിൽ ലോഞ്ചിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ പോയി കുളിച്ച് വിസ്തരിച്ചൊന്ന് ഉറങ്ങണം. അതാണ് പ്ലാൻ. ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 3. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുത്തെ മൈൻസിൽ ലോഞ്ച് വന്ന് റെസ്റ്റൊക്കെ എടുത്തു, ഉറങ്ങി, കുഴപ്പമില്ലാതെ സ്റ്റേ ആട്ടോ. എന്നിട്ട് അതേ കുറച്ച് മുമ്പ് എണീറ്റു, 8 മണിക്കായപ്പോൾ എണീറ്റ്. എന്നിട്ട് ഇനിയിപ്പോൾ ഇതേ റെഡി ആയിട്ട് ഓഫീസിൽ പോകണം. ഞാൻ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം TCSലാണ് പോകുന്നത്. സോ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ട് എക്സൈറ്റഡ് ടു സീ TCS ഓഫീസ്. അങ്ങനെ സോ ഇനിയിപ്പം റെഡി ആവണം. റെഡിയായിട്ട് ഇവിടെ അടുത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുക എല്ലാവരും. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് തന്നെ നേരെ ഡയറക്റ്റ് ഓഫീസ് പോകാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് 12:30 ഞങ്ങൾ ട്രെയിൻ തിരിച്ചു പോകാനുള്ളത്. ഞാനും ചേച്ചിയും
ടോം തിരിച്ചു വന്നത്. ബാക്കി എല്ലാവരും ഇവിടെ ഉള്ളവരാണല്ലോ. റിയാബറ്റും സ്വയശ്രീമാറും പാർവതി പ്രദീപും. അപ്പം അവരെല്ലാം ഇന്ന് ഓഫീസിൽ പോവും. അങ്ങനെ അതൊക്കെയാണ് പ്ലാനുകൾ. സോ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ പോയി റെഡി ആകട്ടെ. ഞാൻ റെഡി ആയി കഴിഞ്ഞുള്ള കഴിഞ്ഞ ടോം തോമസ് ഇന്ന് ഇവിടെ കിടന്ന് ഇപ്പോഴും ഉറങ്ങുകയാണ് കേസ്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം. ഇത് ടോം തോമസിനായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. സ്വരാജിയുടെ പീജിയുടെ ഫ്രണ്ടിലെത്തി. സ്വരാജി ഇറങ്ങി വരുന്നു കേസ്. സ്വരാജിയും ടോം തോമസും ഞാനൊക്കെ ഇന്ന് ഏകദേശം ലൈറ്റ് ഷെയ്ഡ് കളേഴ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉറക്കപ്പിച്ചിൽ ഇറങ്ങി വരുന്നത് പാവം കുട്ടി. ഞങ്ങളിനി ഇവിടുന്ന് നടന്ന് സ്വാമീസിൽ പോയി ഫുഡ് കഴിക്കാൻ പോകും. എവിടെ സ്വാമീസ്? അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോട്ടെ കേസ്. കണ്ടോ മുഖത്ത് ഉറക്കം വന്നിരിക്കുക. പോയോ? ഓക്കെ ഗൈസ്, ബൈ. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ നേരെ ഡയറക്റ്റ് ഞാനും റിയാബറ്റും കെവിൻ ജോബിനെ കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങളിത് ടെക്നോ പാർക്കിലോട്ട് പോവാം. ഞാൻ നേരെ ഓഫീസിൽ കയറാൻ പോവാം. അവിടെ പോയിട്ട് എങ്ങനെയാണ് സംഭവങ്ങളൊന്നും അറിയത്തില്ല. പോയി നോക്കാം. ഞാൻ പോയിട്ട് അതിനകത്ത് ഫോൺ കയറാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഫോണല്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് നേരെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. കയറിയിട്ട് ഇറങ്ങിയിട്ട് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളുടെ ഓഫീസിലൊക്കെ പോയി സ്വൈപ്പ് ചെയ്ത് തിരിച്ചു വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കേസ്. ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ട്രിവാൻഡ്രം ടീച്ചേഴ്സിൽ പോകുന്നത്. പക്ഷെ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് കുറച്ചുകൂടെ കൊച്ചു ടീച്ചേഴ്സിനെക്കാട്ടി കുറച്ചുകൂടെ എന്താ പറയുക, കൊച്ചു ടീച്ചേഴ്സിനെക്കാട്ടി കുറച്ചുകൂടെ രസമാണ് കാണാൻ, കുറച്ചുകൂടെ മോഡേൺ ആണ്. മൊത്തത്തിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. മൊത്തത്തിൽ എനിക്ക് അടിപൊളി. കൊച്ചു ടീച്ചേഴ്സ് പൊട്ടാനല്ല പറഞ്ഞത്. ബട്ട് എനിക്ക് കുറച്ചുകൂടെ നമുക്കൊരു പുതിയ സാധനം കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ അതിനോട്. ലൈക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്, നല്ല രസമുണ്ട് കാണാൻ. അവിടെ പോയി അതൊക്കെ കണ്ടു. പിന്നെ ഭയങ്കര ഏരിയ, അതായത് നമ്മൾ എൻട്രൻസ് ഗേറ്റ് മുതൽ ഓഫീസിൻ്റെ ബിൽഡിംഗ് വരെ ഒത്തിരി ദൂരം നടന്നാലേ ഇഷ്ടത്തുള്ളൂ. അപ്പോൾ ഭയങ്കര വാസ്റ്റ് ഏരിയ ഉണ്ട്. ഭയങ്കര അത്ര കൺജസ്റ്റഡ്. അത് കൊച്ചി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിൽ കയറിയ ഉടനെ ബ്ലോക്സാണ്, മനസ്സിലായി. അപ്പം ഒത്തിരി ദൂരമൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഒത്തിരി ഏരിയ ഉണ്ട്, ഒത്തിരി ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് തിരിച്ചിറങ്ങി നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിക്കാൻ. തിരിച്ചിറങ്ങി നടന്ന് ഇപ്പോൾ ഞാൻ മറ്റേ സ്റ്റേ ചെയ്യുന്ന മറ്റേ റൂമിലോട്ട് പോവുക. അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങണം. സോ അതൊക്കെയാണ് പ്ലാൻസ്. എന്നിട്ട് 12:45 ഞങ്ങൾ ട്രെയിൻ, അത് പിടിച്ച് തിരിച്ച് വീട്ടിൽ പോകണം. അതൊക്കെയാണ് പ്ലാനുകൾ. സോ അതൊക്കെയാണ്. അപ്പം എത്തുമ്പം ബാക്കി ഇനിയിപ്പോൾ റൂമിലെത്തിയിട്ട് കാണിക്കാം. നമ്മളിത് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇതോടുകൂടി നമ്മുടെ സ്റ്റേക്കേഷൻ ട്രിവാൻഡ്രം കോളം ട്രിപ്പ് അവസാനിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഗൈസ്, എല്ലാം വളരെ നല്ലതായിരുന്നു. നമ്മൾ കടലുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം. നമ്മള് കാട് വിട്ട് കടല് കയറി തിരുവനന്തപുരം കണ്ട്. മുക്കടക്ക് തിരുവനന്തപുരം ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇതിനകത്ത് ഏറ്റവും അടിപൊളി കാര്യം എന്ന് അറിയുക ഗൈസ്, ഞാൻ മനസ്സിലാക്കി, നമ്മൾ എപ്പോഴും കാറിലാണ് യാത്ര പോകാറ്. ഇപ്രാവശ്യം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത്. അപ്പോൾ നമ്മളെല്ലാ ഊബർ ചേട്ടന്മാർക്ക് ഓരോരോ കഥകൾ പറയാനുണ്ട്. ഓരോ മനുഷ്യരെ കണ്ടവർക്ക് ഓരോരോ കഥകൾ. ഞങ്ങളുടെ സെലിബ്രിറ്റി ഊബർ ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു കലാകാരനുണ്ടായിരുന്നു, പിന്നെ പല പല ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല പല ആൾക്കാർ നമ്മൾ കൂടുതൽ ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തോട്ട് വരുമ്പോൾ അടുത്ത ഓട്ടോ വിളിക്കുക, അവിടെ ചെന്നിട്ട് കുറച്ചേരി ഇരിക്കുക, പിന്നെ കടല് കാണുക. കടലിലെ വിഴിഞ്ഞം പോർട്ട്. അപ്പൊ അവിടെ ഇപ്പൊ വിഴിഞ്ഞം പോർട്ട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ വിഷമവും നമ്മൾ കേൾക്കാനല്ലേ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഏറ്റവും മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാനും ചേച്ചി ഇവിടെ ഉണ്ട്. ഞാനും ചേച്ചിയും ടോമനും കൂടെ ഇറങ്ങും. അതിനിപ്പോൾ ഇവിടെ ട്രെയിൻ പിടിച്ച് നേരെ വീട്ടിൽ പോകും. സോ ഈ വ്ളോഗ് ഇവിടെ ചെണ്ടിയാണ്. കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി.
അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ. ടാറ്റ ഗൈസ്. ടാറ്റാ ഗൈസ്. ടാറ്റാ.